അവിടെ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ എൻട്രൻസിൻ്റെ അവിടെ നിന്ന്, അതായത് നീലക്കുറിഞ്ഞിൻ്റെ അവിടെ നിന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ചതുരംഗപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൻ്റെ വരെ നമ്മുടെ വണ്ടി ചെല്ലുമെന്ന് പറഞ്ഞത് നല്ലൊരു കാറ്റാടിയും അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അതും നമ്മുടെ നീലക്കുറിഞ്ഞിയും കാണാം, അതേപോലെ തന്നെ നമുക്ക് ഈ കാഴ്ചകളും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, റൈറ്റിലേക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചതുരംഗപ്പാറയിലാണ്. ചതുരംഗപ്പാറയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മൾ നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ, കള്ളിപ്പാറ എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ മാക്സിമം സൂം ചെയ്ത് അവിടുത്തെ വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കാറ്റുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല ഷേക്ക് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ളിപ്പാറയിലെ വിഷ്വൽസ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റിലേക്കുള്ള വ്യൂ പോയിന്റിലായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റിലേക്കുള്ള വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളിപ്പോൾ ചതുരംഗപ്പാറ കഴിഞ്ഞ വ്യൂ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കയറണത്. അപ്പോൾ നമ്മളിത് ഇവിടെ ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിലാണ് കയറി വന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറണം. ഇവിടെ വേറെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ഹെഡ് പോസ്റ്റിൽ വെച്ചിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാം. ചതുരംഗപ്പാറ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈഫും കുട്ടിയും മഞ്ഞിലെന്ന് പറഞ്ഞു. നല്ല വെയിലുണ്ട് ഇവിടെ. അത്യാവശ്യം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മാത്രമാണ് അങ്ങോട്ട് കയറുന്ന വ്യൂ പോയിന്റിലേക്ക്. അപ്പോൾ നല്ലൊരു വ്യൂ ആണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ അണ്ടറിൽ വരുന്ന പ്ലേസാണ്. ഇപ്പോൾ ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും നമ്മുടെ തമിഴ്നാടാണ്. കേരളത്തിൻ്റെ ബോർഡറിൽ നിന്ന് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ കാറ്റാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാമക്കൽമേട് പോയപ്പോഴും കാറ്റാടിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും നമുക്ക് ഒരുപാട് കാറ്റാടികൾ കാണാം. ഏകദേശം വരുന്ന പോയിന്റിലാണ് നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ വേറെ ക്യാമ്പിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ചെറിയൊരു കാറ്റാടിയുടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ ലോറി ഇട്ട് ബ്ലോക്ക് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ കാർ ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സൈഡ് വരെ വരാം. ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് നേരെ വന്നിട്ട് ഇങ്ങോട്ട് കയറി വരാം. വേറെ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 2 സ്ഥലവും കവർ ചെയ്ത് പോരാൻ പറ്റും. അപ്പോൾ നിങ്ങളും വരുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഈ പ്രദേശമൊക്കെ കാണുക. അത്യാവശ്യം ഇപ്പോൾ ഇച്ചിരി വെയിലുണ്ട്. നമ്മളൊരു ഉച്ച ടൈം കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈമിനോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമിനോ വരിക. അപ്പോൾ ഇത്രയും വെയിലിൻ്റെ പ്രശ്നമില്ല. എന്നാലും ഒരുപാട് നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു പോയിൻ്റ് ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ നമ്മളിവിടെ കടന്നു. ഇത് കണ്ടോ, അങ്ങ് ദൂരെ നല്ല സ്റ്റൈലും കാഴ്ചയാണ്. തമിഴ്നാടായതുകൊണ്ട് നല്ല പാടങ്ങളും കുറേ തെങ്ങുകളും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കാറ്റാടി ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല വിഷ്വലാണ്, നല്ലൊരു ഭംഗിയുണ്ട്. കാരണം കുറേ സ്ഥലമൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഇങ്ങനെ ഉഴുതിട്ടേക്കണം കാണാം. അതാണ് ഒരു റെഡ് കളർ കാണുന്നത്. ബാക്കിയുള്ള സൈഡൊക്കെ നല്ല ഗ്രീനിഷായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല കാഴ്ചയാണ്. നമുക്ക് ഫാമിലിയൊക്കെ ഒത്തു വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നൊരു ട്രിപ്പും കൂടി ആയിരിക്കും ഇത്. അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ സൈഡിലേക്ക് കൂടി പോകാം. അവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടി നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ വർക്കിംഗ് ആണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ അതിൻ്റെ വർക്ക് കിടക്കണമുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് എന്തായാലും പോയി നോക്കാം നമുക്ക്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കൂടി ടോപ്പിലെ സൈഡിലാണ്. നല്ല രസമായിട്ട് ഇവിടെ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഒരു 1 ഡേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ നമ്മുടെ നീലക്കുറിഞ്ഞി ഇപ്പോൾ ഇനിയും ഒരു ആഴ്ച കൂടി ഉണ്ടാവുമെന്നാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം അത് ഉണങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത്. കാരണം നല്ല വെയിലുമുണ്ട്, അതുപോലെ നല്ല കാറ്റുമുണ്ട് അവിടെ. ഇപ്പോൾ നമുക്ക് വന്നിട്ട് നീലക്കുറിഞ്ഞി കാണാൻ പറ്റിയ ഒരു സമയമാണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടോപ്പിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കി കാണാൻ പറ്റും, അതിൻ്റെ ലൈനൊക്കെ അഴിച്ചിട്ടേക്കുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം ആനിമൽസൊക്കെ വരുന്ന ഏരിയ എന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അവിടെ ഇപ്പോൾ വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്. നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. എന്തായാലും ഇതിൻ്റെ തന്നെ ഒരു ടോപ്പ് വ്യൂ ആണ് അവിടെ നിന്ന് പോയാലും കാണുള്ളൂ. എന്തായാലും നമുക്ക് ഇത്രയും വിഷ്വൽസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മുടെ കാറ്റടിക്ക് നന്നായിട്ട് നല്ല കാറ്റുണ്ട് ഇവിടെ. ഈ വർക്ക് ചെയ്യാത്തത് അതൊക്കെ ടെമ്പററി, അത് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നോ നാളായിട്ട് വർക്ക് തീരും. മെയിൻ്റനൻസ് വർക്കാണെന്ന് തോന്നുന്നത്. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നീലക്കുറിഞ്ഞിയുടെ വിഷ്വൽസ് കാണാൻ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആണെന്നും കൂടി അന്വേഷിക്കുക. കാരണം അവിടെ 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.